ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത കേഡർ സംവിധാനമുള്ള പാർട്ടി, വ്യക്തിക്ക് മുകളിൽ പാർട്ടിക്ക് അതീവ ശക്തിയുള്ള പ്രസ്ഥാനം, അതാണ് ഇടതുപക്ഷം. കാലങ്ങളായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ മുഖച്ഛായയ്ക്കും രീതിക്കുമൊക്കെ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ടിക്കും സർക്കാരിനും എല്ലാം ഇപ്പോൾ പിണറായിയാണ്. മറുചോദ്യങ്ങൾക്ക് ഇടമില്ലെന്ന ശൈലി പതിയെ മാറി തുടങ്ങിയിരിക്കുന്നുവെന്ന് സമീപകാല സൂചനകൾ വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരും CPM-ഉം വീണ്ടും തുടർഭരണം ലക്ഷ്യമിട്ട് മുൻപോട്ട് പോകുന്നതിനിടെ മന്ത്രിസഭയിൽ പടലപ്പിണക്കങ്ങൾക്കും അതൃപ്തിക്കും ഇടം വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയെ മുൻനിർത്തി കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഒരു കോക്കസ് ഭരണത്തിൽ അനാവശ്യമായി ഇടപെടുന്നു എന്ന ആക്ഷേപം മുതിർന്ന CPM മന്ത്രിമാർക്ക് വരെ ഇപ്പോഴുണ്ട്. പോലീസ് തലപ്പത്തെ അഴിച്ചുപണി ദിവസങ്ങൾക്കുള്ളിൽ പുനഃപരിശോധിക്കേണ്ടി വന്നത് മന്ത്രിസഭയിൽ വേണ്ടത്ര കൂടിയാലോചനകളില്ലാത്ത തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് പാർട്ടിയിലെ ചില നേതാക്കന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. പാർട്ടിക്കും സർക്കാരിനും എല്ലാം ഇപ്പോഴും പിണറായി തന്നെയാണ്. പാർട്ടി സമ്മേളനം കൂടി കഴിഞ്ഞതോടെ 9 വർഷത്തെ പതിവുകൾക്ക് അനിഷേധ്യതയുടെ അടിവരയുമായി. മറുചോദ്യങ്ങൾക്ക് ഇടമില്ലെന്ന ശൈലി പക്ഷേ പതിയെ മാറി തുടങ്ങുന്നു എന്നതാണ് സമീപകാല സൂചന. ഏകാധിപത്യ ഇടപെടലുകൾക്ക് അപ്പുറം മുഖ്യമന്ത്രിയുടെ ഓഫീസും കുടുംബാംഗങ്ങളും വരെ ഇടപെട്ട് തീരുമാനമെടുക്കുന്നതിൽ മുതിർന്ന മന്ത്രിമാർക്ക് ഇപ്പോൾ അതൃപ്തി കുറച്ചുകൂടി ബലപ്പെട്ടിരിക്കുന്നു. എക്സൈസ് കമ്മീഷണറായിരുന്ന മഹിപാൽ യാദവിനെ മാറ്റി അവിടേക്ക് മുഖ്യമന്ത്രിയുടെയും P ശശിയുടെയും വിശ്വസ്തനായ MR അജിത് കുമാറിനെ നിയമിച്ചത് മന്ത്രി MP രാജേഷിനെ ചൊടിപ്പിച്ചതായാണ് വിവരം വരുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പരാതി കൂടിയായപ്പോൾ ആ പട്ടികയിലെ പ്രധാന മാറ്റങ്ങളെല്ലാം പിൻവലിച്ച് പ്രശ്നം പരിഹരിച്ചു. പാർട്ടിയിലെ സമകാലികർ തൊട്ട് താഴെ പ്രവർത്തിച്ചവരും എല്ലാം പലതരം പരിഗണനകൾ വെച്ച് ഉയർന്ന ഘട്ടങ്ങളിലേക്ക് എത്തിയിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാത്തതിലെ അതൃപ്തിയും MP രാജേഷിനുണ്ട്. വ്യവസായ വകുപ്പ് കൂടി ഭാഗമാകേണ്ട ചില പദ്ധതികൾ ഏകപക്ഷീയമായി തീരുമാനിക്കുന്നതിൽ മന്ത്രി P രാജീവിന് കടുത്ത എതിർപ്പുണ്ട്. പരസ്യമായ നിലപാടിനില്ലെങ്കിലും വകുപ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകടത്തുന്നതിലെ വിയോജിപ്പ് മന്ത്രി KN ബാലഗോപാലൻ നേരത്തെ തന്നെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കുന്ന കേന്ദ്ര സമീപനത്തിനെതിരായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പോയത് ധനമന്ത്രിയും വകുപ്പും അറിഞ്ഞത് മാധ്യമം വഴിയാണ്. ധനകാര്യ വഴികളിൽ മന്ത്രിയേക്കാൾ പ്രാധാന്യം ക്യാബിനറ്റ് പദവിയിലുള്ള ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിന് നൽകുന്ന മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ അതുകൊണ്ട് തന്നെ പരാതി ഒഴിയുന്നില്ല. വ്യക്തിപരമായ ചുറ്റുപാടുകൾ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതിൽ തുടങ്ങി പാർട്ടി അതിനു പിന്നിൽ അണിനിരക്കേണ്ടി വരുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമ്പോൾ അസംതൃപ്തരായ നേതാക്കൾ ഇക്കാര്യങ്ങളെല്ലാം പുതിയ ജനറൽ സെക്രട്ടറി MA ബേബിയെയും അറിയിച്ചതായാണ് വിവരം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷം CPM-നെ സംബന്ധിച്ചിടത്തോളം പുതിയ അധികാര പ്രഖ്യാപനങ്ങളുടേത് കൂടിയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിലും മുന്നണിയെ പിണറായി തന്നെ നയിക്കുമെന്നത് തീർച്ചയാണ്. എന്നാൽ നേതൃനിരയിൽ അടുത്തയാൾ ആരെന്ന ചോദ്യത്തിന് പാർട്ടിക്ക് ഉത്തരം കണ്ടെത്തേണ്ടി വരും. P രാജീവ്, KN ബാലഗോപാൽ, MP രാജേഷ് എന്ന ആ ത്രികോണശക്തി ഐക്യപ്പെടുന്നതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അതാണ്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് ശേഷം ആ കസേരയിലേക്ക് ഒരു മുഖ്യമന്ത്രി ഇടതുപക്ഷത്തു നിന്നുണ്ടായാൽ അത് മരുമകൻ മുഹമ്മദ് റിയാസ് ആകുമോ എന്ന ഭയം പാർട്ടിക്കുള്ളിലെ പല നേതാക്കന്മാരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പല വകുപ്പുകളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസും കുടുംബാംഗങ്ങളും കൈകടത്തുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി രഹസ്യമായി ബലപ്പെട്ട് വരുന്നത്. ഇത് എത്തരത്തിൽ ഇനി ചർച്ചയാകും എന്നുള്ളത് കണ്ടറിയണം.